എല്ലാവർക്കും നമസ്കാരം. മുഹമ്മദ് എന്ന പേരുള്ള മാനവരിൽ മഹാ പെണ്ണുപിടിയൻ അവന്റെ അടുത്ത അവഹേളന യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഹമ്മദിന്റെ ശിശു പീഠ് പൂഡോ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ആയിഷ മുഹമ്മദ് പോക്സോ കേസ്. ഇത് പറയുന്നതിന് മുമ്പ് മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനാണ് ഇസ്ലാമിലെ അടുത്ത പ്രവാചകൻ. ഇനിയൊരു അന്ത്യപ്രവാചകൻ ഉണ്ടാവുന്നതുവരെ മറ്റൊരു അന്തം പ്രവാചകൻ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ആരാണ് ഈ വിവാഹം ബ്രോക്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രപ്പോസൽ നടത്തുന്നത്? ആയിഷ 6 വയസ്സുള്ള കുട്ടി വന്ന് മുട്ടിലഴഞ്ഞ് വില്യു കരിമി എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, മുഹമ്മദ് തന്നെയാണ് സ്വന്തം താല്പര്യത്താൽ ഈ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ഉദ്യമത്തിൽ വിവാഹം ആലോചിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് ആയിഷയുടെ തണ്ട ആയിഷ കബാപ്പ, അയാൾ മുഹമ്മദിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് അബൂബക്കർ. അയാളെ സമീപിക്കുന്നു. അയാൾ സമീപിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അബൂബക്കർ മുഹമ്മദിന്റെ ഈ ഒരു അഭ്യർത്ഥന കേട്ടപ്പോൾ പറഞ്ഞു, നമ്മൾ സഹോദരന്മാരല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളല്ലേ, എങ്ങനെയാണെന്ന് ശരിയാവുക എന്നുള്ളൊരു ടോണിൽ സംസാരിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അതൊക്കെ ശരിയാണ്, നമ്മൾ മതത്തിൽ സഹോദരന്മാരാണ്, പക്ഷേ അവൾ എനിക്ക് ഹലാൽ 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 ആണ് എന്നാണ് പറഞ്ഞത്. അറബിയിൽ ഹലാൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്, മലയാളത്തിൽ അനുവദനീയം ആണ്. അപ്പോൾ മുഹമ്മദ് തന്നെയാണ് സ്വന്തം താല്പര്യത്തിൽ ഈ വിവാഹം പ്രപ്പോസ് ചെയ്യുന്നത്, അഥവാ പീഡനം. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? മുസ്ലിങ്ങൾ പൊതുവിൽ ആയിഷ കല്യാണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. എടോ, ആയിഷയുടെ അച്ഛന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആയിഷയ്ക്ക് കുഴപ്പമില്ല. ആയിഷ എത്ര വയസ്സാണ്? 6 വയസ്സ്. 6 വയസ്സുള്ള കാന്താരി, 51 വയസ്സുള്ള കലിപ്പൻ. അപ്പോൾ 6 വയസ്സുള്ള കാന്താരിക്ക് കുഴപ്പമില്ല എന്നാണ് മുസ്ലിങ്ങൾ പൊതുവെ ഉന്നയിക്കാതെ. അവരുടെ അറിയാലോ, ആ മതസംസ്കാരത്തിനകത്ത് വരുന്നതുകൊണ്ട് പിന്നെ അവർക്കത് വിശ്വസിച്ചേ പറ്റും. പക്ഷെ അവർ പറയുന്നതിന് നേരെ കടകവിരുദ്ധമായിട്ടാണ് ഹദീസിൽ അല്ലെങ്കിൽ കഥയിൽ വന്നിട്ടുള്ളത്. ഇത് പ്രപ്പോസ് ചെയ്യുന്നത് മുഹമ്മദും അതിന് എതിർപ്പാദ്യം ഉന്നയിക്കുന്നത് ഈ ആയിഷയുടെ അച്ഛനായിട്ടുള്ള അബൂബക്കറും. അതിന് അയാൾ വേറെ കാരണമാണ് പറയുന്നത്. നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ നമ്മൾ സഹോദരന്മാരാണെന്നാണ് അയാൾ ഒരു എതിർപ്പ് ഉന്നയിക്കുന്നത്. ആയിഷയുടെ അച്ഛനായിട്ടുള്ള അബൂബക്കറിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ വാദം മുൻകൂറായിട്ട് ഞാൻ പറയാണ്, ഇവിടെ പൊളിയും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ആയിഷയുടെ വയസ്സിന്റെ കാര്യത്തിൽ ഇസ്ലാമിൽ തന്നെ തീർച്ചയില്ല. എങ്ങനെ 6 ആണോ 7 ആണോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ആ വിവാഹത്തിന്റെ പൊതുവിൽ എല്ലാവരും ഉദ്ധരിക്കുന്ന ബുഖാരിയിലെ ഹദീസാണ്. 6 വയസ്സുള്ളപ്പോൾ ആയിഷയെ മുഹമ്മദ് വിവാഹം കഴിച്ചു, 9-ാം വയസ്സിൽ പീഡനം തുടങ്ങി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം ആരംഭിച്ചു. ഇനി ഇത് സഹീഹുൽ ബുഖാരിയിലാണ്. അടുത്തത് നോക്കുക, സഹീഹ് മുസ്ലിമിലെ 7 വയസ്സിൽ വിവാഹം കഴിച്ചു, 9-ാം വയസ്സിൽ ശാരീരിക ബന്ധം തുടങ്ങി. മുഹമ്മദ് മരിക്കുമ്പോൾ 18 വയസ്സായിരുന്നു ആയിഷയ്ക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. മുസ്ലിങ്ങൾ പൊതുവിൽ ഉന്നയിക്കാറുള്ള ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയാവുമായിരുന്നു എന്നുള്ള വാദം ഇവിടെ പൊളിഞ്ഞു. എന്തിനാണ് ഈ പ്രായപൂർത്തിയായ ഈ കുട്ടി പാവാച്ചി കുട്ടിയുമായിട്ട് പാവയുമായിട്ട് കളിക്കുന്നത്? എന്നെ സഹീഹ് ലൊയീഫ് അഥവാ ശരിയായ ഹദീസ് തെറ്റായ ഹദീസ്, അല്ലെങ്കിൽ ശരിയായ മുഹമ്മദിന്റെ കഥ തെറ്റായ മുഹമ്മദിന്റെ കഥ എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിക്കാൻ വരുന്നവരോടാണ് ചോദിക്കുന്നത്. സഹീഹ് ബുഖാരിയിലെ ഹദീസിൽ പറയുന്നത് 6 വയസ്സ് മുഹമ്മദ് ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ, അതേപോലെ സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ പറയുന്നത് ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് 7 വയസ്സാണെന്നുള്ളതാണ്. ഇതിലേതാണ് സഹീഹ്? രണ്ടും സഹീഹാണ്, പക്ഷേ ഏതാണ് ശരിയായ സഹീഹ് എന്നുള്ളത് നിങ്ങൾ പറയാം. അതായത് ഏതാണ് ശരിയായ ശരി? നിങ്ങളിതാണല്ലോ കുറേ ദിവസമായിട്ട് ഇപ്പോൾ എന്നെ ഹദീസിൽ ശരിയുണ്ട് തെറ്റുണ്ട്, നീ തെറ്റായ ഹദീസാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഈ ഹദീസ് എന്ന് പറഞ്ഞ് ലോകത്തെ ഏറ്റവും വലിയ ഉടായ്പാണ്. ഇത് മനുഷ്യന്മാർ പറഞ്ഞ് അത് കേട്ട് എഴുതി വെച്ച് നിങ്ങൾ കുറേ മണ്ടന്മാർ അത് വിശ്വസിക്കുന്നത് ഒഴിച്ചാൽ, ഇത് ഒരു എന്താ പറയുക, അറിവ് ശേഖരിക്കുന്ന ഒരു മെത്തേഡ് എന്ന നിലയ്ക്ക് വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാര്യമാണ് ഹദീസ്. സഹീഹ് ശരിയായ ഹദീസിന്റെ കോലമാണിത്. ആയിഷയുടെ വയസ്സിൽ പോലും കൃത്യതയില്ല. 6-ലാണോ 7-ലാണോ എന്നുള്ളത് ബുഖാരിക്കും മുസ്ലിമിനും തന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതൊരു തർക്കമായിട്ട് ഞാൻ ഉന്നയിക്കുന്നു. ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറയണം. കാരണം ഈ 2 ഹദീസും സഹിയാണെങ്കിൽ ഇസ്ലാം തെറ്റി. കാരണം ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ശരിയാവണം. ഇസ്ലാം ദൈവിക മതമാണെങ്കിൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ശരിയാവണം. ഈ കാര്യം തെറ്റിക്കഴിഞ്ഞാൽ ഇസ്ലാം മൊത്തം തെറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവിക മതമല്ല, ദൈവിക ഗുദം പോലും അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. മുമ്പ് ഞാൻ കാണിച്ച ഹദീസ് പ്രകാരം അല്ലെങ്കിൽ കഥ പ്രകാരം മുഹമ്മദ് ആയിഷയെ വിവാഹം കഴിച്ചത് 6-ാം വയസ്സിൽ. മുസ്ലിങ്ങൾ പൊതുവിൽ ഉന്നയിക്കാറുള്ള ഒരു വാദമുണ്ട്, എന്ത്? അന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പ്രായപൂർത്തിയാകും എന്നുള്ളത്. അതുകൊണ്ടാണ് 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചെന്നുള്ളത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 9-ാം വയസ്സ് വരെ അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുഹമ്മദ് വെയിറ്റ് ചെയ്തത്? മുഹമ്മദിന്റെ പൊതുവിലുള്ള ഒരു രീതി വെച്ചിട്ട് ഭയങ്കരമായ ആർത്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ 3 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ശാരീരിക ബന്ധം പുലർത്തും എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇസ്ലാമിലെ കഥകളെ എടുത്തു കഴിഞ്ഞാൽ സെഫിയുടെ കാര്യം നിങ്ങൾ നോക്കുക. സെഫിയുടെ അച്ഛനെ ഭർത്താവിന് കൊന്ന് അന്ന് രാത്രി കളി തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് 3 വർഷം മുഹമ്മദ് വെയിറ്റ് ചെയ്തത്? ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സൂചന. മനസ്സിലായില്ലേ? അതാണ് ഇവിടെയുള്ള സൂചന. പക്ഷേ മുസ്ലിങ്ങളുടെ വാദം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നേരത്തെ പ്രായപൂർത്തിയാകുമായിരുന്നു, 6 വയസ്സിൽ പ്രായപൂർത്തിയാകുമായിരുന്നു. അപ്പോൾ ആ വാദം മുഖവിലക്കെടുത്താൽ ഇവിടെ പൊളിഞ്ഞു പോകും. കാരണം 6-ാം വയസ്സിൽ ആയിഷയെ കെട്ടിയ മുഹമ്മദ് 3 വർഷം വെയിറ്റ് ചെയ്തു. എന്ന് മാത്രമല്ല, ഈ പാവകളെ കൊണ്ട് കളിക്കുന്ന ആയിഷ എങ്ങനെയാണ് പ്രായപൂർത്തിയായി എന്ന് നിങ്ങൾ പറയുന്നത്? ഇതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രശ്നം പിടിച്ച ഭാഗത്തേക്ക് പോകുന്നത്. നിങ്ങൾ കരുതുന്ന പോലെ 6-ാം വയസ്സല്ല ഇസ്ലാമിലെ വിവാഹ പ്രായപരിധിയോ, ശ്രദ്ധിക്കുക, ശാരീരിക ബന്ധം പുലർത്താനുള്ള പ്രായപരിധിയോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇദ്ദ. കാരണം അത് മനസ്സിലാക്കിയാലേ അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഖുർആൻ വാക്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇദ്ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, അത് ഏത് വയസ്സുമാകാം. ഇസ്ലാമിൽ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പെൺകുട്ടി എന്നൊന്നുമില്ല, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ സ്ത്രീ എന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ പെണ്ണ് അവരുടെ ഭർത്താവ് മരണപ്പെടുകയോ അവർ വിവാഹ മോചനം നേടി വിവാഹത്തിന് പുറത്തു വരികയോ ചെയ്ത് അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാത്തിരിക്കേണ്ട സമയമാണ്. അതാണ് ഇദ്ദ. അത് എന്തിനാണ് കാത്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ഇസ്ലാമിക രീതികൾ അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പിതൃത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രേ കാത്തിരിക്കുന്നത്. ഇത് പല കാറ്റഗറിയിൽപ്പെട്ട പെൺകുട്ടികൾ, പെണ്ണുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ ഇവർക്കൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് ഒരു സാങ്കേതികപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഇപ്പോൾ ഇദ്ദ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഖുർആൻ വാക്യം കാണിക്കുന്നു. 65-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു പെണ്ണ് അവർക്ക് ആർത്തവം നിലച്ചു പോയ ആളാവുക, അതായത് വയസ്സായ ഒരു പെണ്ണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ആർത്തവം തുടങ്ങാത്ത പെണ്ണുങ്ങൾ. ഇത് ജലാലൈൻ തഫ്സീർ അല്ലെങ്കിൽ ജലാലൈനി എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ നിന്നെടുത്താണ്. പണ്ഡിതൻസ് ആണ് പറയുന്നത്. ഇവിടെ ഒരു പെൺകുട്ടി, അവർ അല്ലെങ്കിൽ ഒരു വയസ്സായ സ്ത്രീ, അവർക്ക് ഒന്നെങ്കിൽ ആർത്തവം നിലച്ചുപോയി, അതായത് വയസ്സായതിൻ്റെ ഭാഗമായിട്ടുള്ള ആർത്തവം നിലച്ച ഒരു ഘട്ടം, അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ ആർത്തവം സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം 0 മുതൽ ആർത്തവം തുടങ്ങുന്നത് വരെയുള്ള സമയത്തുള്ള എല്ലാ പെൺകുട്ടികളും ഓക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഉള്ള ഇദ്ദയെ പറ്റിയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ഇദ്ദ? ഇവിടെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൂട്ടി വായിക്കാം. എങ്ങനെ? ഇദ്ദ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവരുടെ ഭർത്താവ് മരണപ്പെടുകയോ, അതായത് അവർ വിധവയാക്കപ്പെടുകയോ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവരെ വിവാഹമോചനം നടത്തിക്കഴിഞ്ഞാലോ, അവർ ഗർഭിണിയാണോ ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ അതിനിടയിൽ അവർ ഗർഭിണിയായി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കൊനിഷ്ടാണ് ഈ ഇദ്ദ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതൃത്വം ആരിലേക്ക് ആണ് ആരോപിക്കേണ്ടത് അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്നറിയാനുള്ളൊരു ടെക്നിക്ക് അഥവാ മണ്ടത്തരം ആണ് ഇദ്ദ. ഇതേക്കുറിച്ച് ഈ ഖുർആൻ വാക്യപ്രകാരം പറയുന്നത് എന്താ? ആർത്തവം ഇതുവരെ സംഭവിക്കാത്ത, അതായത് 0 മുതൽ ആർത്തവം സംഭവിക്കുന്ന വരെയുള്ള എല്ലാ വയസ്സുള്ള കുട്ടികളും, ആർത്തവം നിലച്ചു പോയവരും അവർ പാലിക്കേണ്ട ഇതേക്കുറിച്ചാണ് പറയുന്നത്. ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയാണോ എന്നുള്ളത് വിവാഹമോചന ശേഷം അല്ലെങ്കിൽ ആ ഭർത്താവ് മരണപ്പെട്ട ശേഷം അറിയാനുള്ള ടെക്നിക്കാണ് ഇദ്ദ. അപ്പോൾ ഇസ്ലാമിൽ വിവാഹം കഴിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒരു ലിമിറ്റും ഇല്ല സുഹൃത്തുക്കളെ. ഈ വചനപ്രകാരം അത് ഞാനൊരു വാദമായിട്ട് ഉന്നയിക്കുകയാണ്. നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. 0 ഇസ്ലാമിൽ ലൈംഗിക ബന്ധത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനും ഉള്ള മിനിമം ഏജ് ഓഫ് കൺസെൻറ്റ്, മാരേജ് ആൻഡ് എവറിത്തിങ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുമായി അനുബന്ധമായിട്ട് ഒരു വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡാനിയൽ ഹക്കീക്കറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടർക്കിഷ് ഒറിജിൻ ഒരു മുസ്ലിം കുണ്ഡിതൻ, അവൻ്റെ ഒരു പറച്ചിൽ നിങ്ങൾ കേൾക്കുക. അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ആൾ പറയുന്നുണ്ട്, ഏത് വയസ്സിലും വിവാഹം കഴിക്കാം എന്നുള്ളത്, അതിനൊരു വയസ്സില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല 11 മാസമുള്ള കുട്ടിക്ക് ശാരീരിക വളർച്ച എത്താൻ സാധ്യതയുണ്ട് എന്ന് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ശാരീരിക വളർച്ച എത്തിക്കഴിഞ്ഞാൽ ആകാം എന്ത്, ഈ കുട്ടിയുമായിട്ടുള്ള ഡാഷ് ബന്ധം. അപ്പോൾ മനസ്സിലാക്കുക, ഇസ്ലാമിൽ ലൈംഗിക ബന്ധത്തിനോ വിവാഹത്തിനോ ഉള്ള പ്രായപരിധി 0. മുസ്ലിങ്ങൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെയുള്ള മുസ്ലിങ്ങൾ ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടർ ഇതുപോലെ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഇതെന്താണ് സംഭവം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 5 വയസ്സിൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റും, 11 മാസത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റും. എന്ത്? കുട്ടികളുമായിട്ടുള്ള പീഡന ബന്ധം. ഒന്നാലോചിക്കുക. അത് നിങ്ങൾക്ക് കേൾക്കാൻ തന്നെ ഒരു ആലോചകം വരുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം മോശമാണ് ഈ പുസ്തകം അഥവാ ഈ ടോയ്ലറ്റ് പേപ്പർ എന്ന് പറയുന്ന ഖുർആൻ. ഇതിനകത്താണ് ഈ വാക്യം വന്നിട്ടുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കമാണ്, അത് സമ്മറൈസ് ചെയ്ത് പറയാണ്. ആയിഷയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അബൂബക്കർ തടഞ്ഞിരുന്നു മുഹമ്മദിനെ. മുഹമ്മദാണ് പ്രപ്പോസ് ചെയ്തത്.
6 വയസ്സുള്ള കുട്ടിക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല. 6 വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയായി എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ പാവാച്ചി കുട്ടി കൊണ്ട് കളിച്ചു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇസ്ലാമിലെ പ്രായപരിധി 0 രണ്ടിനും, വിവാഹത്തിനും വിവാഹശേഷമുള്ള ദാമ്പത്യ ജീവിതം അഥവാ ഡാഷ് ബന്ധം പുലർത്താനും. അതിൽ തന്നെ ഗർഭസ്ഥ ശിശുവുമായിട്ടുള്ള വിവാഹം തടയാൻ ഇസ്ലാമിൽ ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ ദൈവിക മതം എന്ന് പറഞ്ഞ് ധാർമ്മികത എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വായിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഖുറാൻ വാക്യം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഖുറാൻ വാക്യപ്രകാരം തെറ്റാകും എന്നുള്ളത് നിങ്ങൾ തെളിയിച്ച് കാണിക്കൂ. എൻ്റെ പിന്നാലെ വെല്ലുവിളിച്ച് നടക്കുന്ന സുഹൃത്തുക്കളോടാണ് പറയുന്നത്, ഇത് ക്ലിപ്പ് എടുത്ത് നിങ്ങൾ ഇതിന് റിയാക്ട് ചെയ്യുക, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുക. കാരണം ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഈ ആയത്ത് അല്ലെങ്കിൽ ഈ വചനം പ്രകാരം ശരിയാകും സുഹൃത്തെ. അതായത് മുഹമ്മദ് 6 വയസ്സിൽ കെട്ടി എന്നുള്ളത് ഒരു പ്രായപരിധിയേ അല്ല. അക്കോർഡിംഗ് ടു ഈ വചനം ആ 6 വയസ്സിന്റെ മുമ്പ് കെട്ടിയാലും ശരിയാകും എന്നാണ് ആ പണ്ഡിതൻ അവിടെ കടന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ലൈംഗിക ബന്ധം പുലർത്താനുള്ള പ്രായം അതും ശരിയാകും. ഏത് 11 മാസമുള്ള കുട്ടിയാണോ 5 വയസ്സുള്ള കുട്ടിയാണോ നോ പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 6 വയസ്സുള്ള വിവാഹവും 9 വയസ്സിലുള്ള ബന്ധവും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഖുറാൻ വാക്യപ്രകാരം അങ്ങനെ ഒരു പരിധി ഇല്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. നിങ്ങൾക്ക് വെളുപ്പിക്കാൻ വ്യാഖ്യാനിക്കുന്ന പോലെയല്ല. ഞാൻ കൃത്യമായിട്ടുള്ള തെളിവുകളും ആ പണ്ഡിതൻ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആ പണ്ഡിതന്റെ വ്യാഖ്യാനവുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പോയി പരിശോധിക്കുക, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം, അതായത് അവിടെ ഒരു കുറച്ചു കൂട്ടർ പറയുന്നു ഏത് പ്രായത്തിലും വിവാഹം കഴിക്കാൻ പറ്റും. മീനിങ് ഏത് പ്രായത്തിലും, ഞാൻ പറഞ്ഞ പോലെ ഗർഭസ്ഥ ശിശുവിനെയും വിവാഹം കഴിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ലൈംഗിക ബന്ധത്തിന് അവർ ഫിസിക്കൽ മെച്യൂരിറ്റി, പ്രായപൂർത്തി, പ്യൂബർട്ടി എന്നൊക്കെ കുറേ വാക്കുകൾ ഇടുന്നുണ്ട്. അപ്പോൾ 11 മാസമുള്ള കുട്ടിയെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റും എന്നാണ് അവിടെ സൂചന നൽകുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ പോയി കേൾക്കുക, ആ വീഡിയോ വിശദമായിട്ട് കാണാം. മുഹമ്മദിനെ പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ മാനവരിൽ മഹാ ഉണ്ണാക്കൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ അവൻ്റെ ക്വാളിറ്റിയിൽപ്പെട്ടതാണ് ഈ 6 വയസ്സിലുള്ള വിവാഹവും 9 വയസ്സിലുള്ള ആ കുട്ടിയുമായിട്ടുള്ള പീഡനവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത്. നിങ്ങളത് ശരിയാണെന്നാണോ കരുതുന്നത്, തെറ്റാണെന്നാണോ കരുതുന്നത്? അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മുഹമ്മദ് തെറ്റ് ചെയ്തു. അതോടെ മുഹമ്മദിന്റെ പ്രവാചകത്വം അഥവാ നുബുവത്ത് കിട്ടിയ ശേഷം, അല്ലെങ്കിൽ മുഹമ്മദ് പ്രവാചകനായ ശേഷം ചെയ്ത ഒരു കൃത്യമായതുകൊണ്ട് തന്നെ ഇസ്ലാം തന്നെ പൊളിഞ്ഞുപോയി. കാരണം മുഹമ്മദ് ഒരു തെറ്റ് ചെയ്തു. മുഹമ്മദ് വിവാഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി എന്നുള്ളത് ഒരു തെറ്റായിട്ട് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ഈ പെർഫെക്ഷനിസ്റ്റ് വാദം അവിടെ പൊളിഞ്ഞു. ഇസ്ലാം എന്നുള്ളത് ദൈവിക മതമല്ല. പിന്നെ മുഹമ്മദ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും അവിടെയും പ്രശ്നം വരും. എന്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എടുക്കുകയും ഈ കാര്യം മാത്രം നിങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമാക്കണം. ഒരു കാര്യം കൂടി, ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ന്യായീകരണം ഇസ്ലാമിൽ തന്നെയുണ്ട്. ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുഹമ്മദിന്റെ മാതൃക എടുക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ 21 വയസ്സ് വിവാഹപ്രായം ആക്കണം എന്ന് സർക്കാർ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ ചാടിക്കളിക്കുന്നത്, പ്രതികരിക്കുന്നത്? അവസാനമായിട്ട് മുഹമ്മദ് എന്ന മാങ്ങാ തലയൻ അവനെ അവഹേളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.